എൻ്റെ ഒരു ട്രെയിൻ ജേർണിയിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്നൊരു കാര്യമാണ്. അവിടെ നിന്ന് യാത്ര ചെയ്യാനായിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. വലിയ തിരക്ക്, നീണ്ട ക്യൂ. അങ്ങനെ ക്യൂ നിന്ന് ഞാൻ ആ കൗണ്ടറിലെത്തിയപ്പോഴത്തേക്കും ട്രെയിൻ എത്താറായി എന്ന് അനൗൺസ്മെൻറ്റ് കേട്ടു. എനിക്ക് ട്രെയിൻ യാത്ര വലിയ പരിചയവുമില്ല. ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരു വിധത്തിൽ ട്രെയിനിൽ കയറി ട്രെയിൻ വന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ എന്നിട്ട് ഒരിടത്ത് സമാധാനമായിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ലഗേജൊക്കെ ഒതുക്കി നോക്കിയപ്പോഴാണ് എൻ്റെ ഹാൻഡ് ബാഗ് മിസ്സായെന്നറിഞ്ഞത്. ഞാൻ ഓർത്തു, അപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗ് ഞാൻ കൗണ്ടറിൽ വെച്ച് ഞാൻ അതെടുത്തിരുന്നു പൈസ എടുത്ത് ടിക്കറ്റ് എടുക്കാനായിട്ട്. പക്ഷേ പെട്ടെന്ന് തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാനത് മറന്നുപോയി. അപ്പോഴത്തേക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുകയും ചെയ്തിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റിയില്ല. ഞാൻ എന്നിട്ട് അവിടെ എൻ്റെ അടുത്തുള്ളവരോട് പറഞ്ഞു, എൻ്റെ ബാഗ് എനിക്ക് നഷ്ടമായി, അത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു, ഒന്ന് ചെയിൻ വലിക്കുമോ? എനിക്കറിയാം ചെയിൻ വലിച്ചാൽ ട്രെയിൻ നിൽക്കുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ചെയിൻ ഒന്നും വലിക്കാൻ പറ്റത്തില്ല, അത് പിന്നെ ഈ ട്രെയിൻ പോകാൻ ഒത്തിരി ഡിലേ ആകും, ഒരു കാര്യം ചെയ്യുക, അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നോർത്തിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ കേട്ടിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ സാധനം വെച്ച് മറന്നു പോയാൽ അത് പിന്നെ മിസ്സാകും, പിന്നെ കിട്ടാനേ വഴിയില്ല എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം അതിൻ്റെ അകത്ത് എൻ്റെ പാസ്പോർട്ടും ഉണ്ട്, പിന്നെ കുറച്ച് പൈസയുണ്ട്, എൻ്റെ കുറച്ച് ഗോൾഡുണ്ട്, പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. മെയിനായിട്ട് എൻ്റെ പാസ്പോർട്ടാണ് എനിക്ക് പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്യേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം അവിടെ പറഞ്ഞു. അപ്പോൾ അവരാരും ചെയിൻ വലിക്കാൻ തയ്യാറായില്ല. എല്ലാവരും എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരാൾ ചെയിൻ വലിക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ ട്രെയിൻ നിന്നു. ഞാൻ ലഗേജൊക്കെ മറ്റു ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ചാടി ഇറങ്ങി. എൻ്റെ കയ്യിലോട്ട് പിന്നെ ലഗേജ് പാസ് ചെയ്തു. ഞാൻ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് റോഡിലെത്തിയപ്പോഴത്തേക്കും ട്രെയിൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് സമാധാനമായി, ആൾക്കാരെ ഡിലേ ചെയ്യാതെ എനിക്ക് ഇറങ്ങാനും പറ്റിയല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ തന്നെ ഒരു ഓട്ടോ വന്നു. ഞാനതിൽ കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി സൗത്തിൽ. അപ്പോൾ തന്നെ വാതിൽക്കൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അയാൾ എന്നോട് പറഞ്ഞു, എന്താണ് ഇത്ര റഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഞാനിവിടെ വെച്ച് മറന്നു. പറഞ്ഞു, എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം ഹാൻഡ് ബാഗ് എവിടെയുണ്ടെന്ന്, ഞാനിങ്ങനെ ഒരാളെ പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ റെയിൽവേ പോലീസിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ എൻ്റെ ഹാൻഡ് ബാഗ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പ്രൂഫായിട്ട് ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരെനിക്ക് ബാഗ് തന്നു. അവരെന്നോട് പറഞ്ഞു, കുറച്ചുകൂടി കെയർഫുള്ളാകണം, ഇപ്പോൾ ആൾക്കാർ നല്ല തിരക്കുള്ള സമയമാണ്, സാധനങ്ങൾ മിസ്സായി കിട്ടാൻ ഭയങ്കര പാടാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാതിരുന്നാൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സോറി, എനിക്ക് ട്രെയിൻ യാത്ര ചെയ്ത് വലിയ പരിചയമില്ല, അതുകൊണ്ട് ഞാൻ മറന്നു പോയതാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവിടെ നിന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു എനിക്ക്. കാരണം എനിക്കിനി അടുത്ത ട്രെയിൻ എപ്പോൾ വരുമെന്നൊക്കെ അറിയില്ല. അപ്പോഴാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്ന ഒരാൾ പറഞ്ഞു, ഞാനും ആ വഴിക്കാണ് പോകുന്നത്, എൻ്റെ കൂടെ വന്നാൽ മതി, എൻ്റെ ഫാമിലി എല്ലാം ഉണ്ട്, ഞാൻ നിങ്ങളെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്ത് ഇറക്കാം, പിന്നെ ഞങ്ങൾക്ക് സീറ്റ് എക്സ്ട്രാ ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെ കൂടെ ഞാൻ യാത്ര ചെയ്തു. അവർ നല്ല ഫാമിലിയായിരുന്നു, എന്നെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ ഞാൻ എത്തേണ്ടടുത്ത് എത്തുകയും ചെയ്തു. ഞാൻ ഇതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും. ആ സമയത്ത് നമുക്കത് ഭയങ്കര വിഷമവും ഭയങ്കര കൈപ്പേറിയ അനുഭവമായിട്ട് തോന്നാം. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ വിഷമിക്കും. പക്ഷേ പിന്നീടുള്ള എൻ്റെ യാത്ര പോലെ വളരെ മനോഹരമായിരിക്കും നമ്മളുടെ പിന്നീടുള്ള യാത്രകളെല്ലാം. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആകേണ്ടതില്ല എന്നല്ല പറഞ്ഞാൽ, നമ്മളെപ്പോഴും കെയർഫുൾ ആകണം. എൻ്റെ കൂട്ട് അശ്രദ്ധയോടു കൂടി ലഗേജ് വെച്ച് പോകാതെ എപ്പോഴും ശ്രദ്ധയോടു കൂടി വേണം പോകാൻ. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നല്ലതിനാണെന്ന് കരുതുക. എൻ്റെ ഈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ ലിസണിങ്. Thanks for listening.